നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഏകദേശം 1,00,000 രൂപ പലിശ നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നുണ്ട് എന്ന് കരുതും. പക്ഷേ നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് വരുമ്പോൾ ഏകദേശം 10,000 രൂപയോളൊക്കെ കുറവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ദുഃഖമാവും അല്ലേ. ഇത് മിക്കവാറും എല്ലാ ബാങ്കുകളിലും എല്ലാ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും പലിശയായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളൊരു വരുമാനമായിട്ട് നമുക്ക് എന്തെങ്കിലും രൂപ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു നിശ്ചിത തുക ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്നുള്ള രീതിയിൽ TDS ആയിട്ട് പിടിക്കാറുണ്ട്. ഇത് സാധാരണ ചെറിയ വരുമാനമുള്ള ആളുകൾക്ക് ഇങ്ങനെ TDS കൊടുക്കാതെ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ TDS കൊടുക്കാതെ രക്ഷപ്പെടുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള 2 ഫോമുകൾ ഫോം 15G, ഫോം 15H എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫോമുകളാണ്. 2026 മാർച്ച് 31 ഈ ഫോം 15Gയും 15Hഉം ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഏത് ഫോമാണ് ഉപയോഗിക്കുക എന്നുള്ളത് അറിയുന്നതിനായിട്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവസാനം വരെ കാണാം. ഫോം 15Gയും 15Hഉം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പൗരന്മാർക്ക് 15Gയും മുതിർന്ന പൗരന്മാർക്ക് 15Hഉം എന്നുള്ള രീതിയിലാണ് 2 ഫോം മുൻകാലങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ സർക്കാർ ടാക്സ് നിയമങ്ങൾ ലളിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫോം 121 നമ്പർ ഫോം ആണ് പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളത്. ഇതൊരു യൂണിഫൈഡ് ആയിട്ടുള്ള ഫോമാണ്. പ്രായം 20, 70, 80 എത്രയാണെങ്കിലും നമ്മളുടെ പലിശയിൽ നിന്നോ മറ്റുള്ള വരുമാനങ്ങളിൽ നിന്നോ ബാങ്കോ മറ്റുള്ള സ്ഥാപനങ്ങളോ പണം TDS ആയിട്ട് പിടിക്കാതിരിക്കുന്നതിന് നിങ്ങൾ ഫോം 121 ഫോം 121 നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഫോം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF ആണ് എന്നുണ്ടെങ്കിലും ഈ ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കമ്പനികൾ, സ്ഥാപനങ്ങൾ, NRIകൾ ഇവരൊന്നും തന്നെ ഈ ഫോം 121 നിയമപരമായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഈ ഫോം കവർ ചെയ്യുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റിലെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡുകൾ, മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള പേ ഔട്ടുകൾ, ഇൻഷുറൻസിൻ്റെ കമ്മീഷനുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇൻട്രസ്റ്റിൽ നിന്ന് TDS പിടിക്കാതിരിക്കുന്നതിനായിട്ടാണ് ഈ ഫോം ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിനോ ഇൻഷുറൻസ് കമ്പനിക്കോ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പലിശയിൽ നിന്ന് ടാക്സ് പിടിക്കാനുള്ള അത്രയും വരുമാനം നമുക്കില്ല എന്ന് തെളിയിക്കുന്ന രേഖയാണ് ഈ ഫോം 121 എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മുൻകാലങ്ങളിലുള്ള ഫോം 15H 15G പോലെ തന്നെ ഇത് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഡേറ്റായി സബ്മിറ്റ് ചെയ്യും തോറും അതുവരെ ഉള്ള ഇൻട്രസ്റ്റുകൾക്ക് TDS പിടിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഓരോ സ്ഥാപനങ്ങളിലും ഓരോ ഫോം വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതായത് ബാങ്കുകളിലായാലും പോസ്റ്റ് ഓഫീസുകളിലായാലും മറ്റുള്ള സ്ഥാപനങ്ങളിലാണെന്നുണ്ടെങ്കിലും അവിടെ ഓരോ സ്ഥലത്തും പോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. 10 സ്ഥലത്ത് നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഫോമിൻ്റെ ഒരു സാമ്പിൾ ഡൗൺലോഡ് ചെയ്യാം. അത് പ്രിൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പണം ലാഭിക്കാനായിട്ട് നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതുപോലെ സാമ്പത്തികമായിട്ടുള്ള അറിവുകൾ വളരെ ലളിതമായിട്ട് അറിയുന്നതിനായിട്ട് റുപ്പി ബാങ്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കേണ്ടതാണ്. ഫോം 121 പൂരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇനി നോക്കാം. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഒരു പാൻ കാർഡ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. പാൻ കാർഡ് ഇല്ലാത്തവർ ഈ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും കിട്ടാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പാൻ കാർഡ് എടുക്കുന്നത് പരിഗണിക്കാവുന്നതാണ്. ഈ ഫോമിൽ തന്നെ പല സെക്ഷനുകളുണ്ട്. ആദ്യത്തെ സെക്ഷനിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. പേര്, പാൻ നമ്പർ മുതലായിട്ടുള്ള കാര്യങ്ങൾ പാനിലുള്ള അതേപോലെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഇൻഡിവിജ്വൽ ആണോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണോ എന്നുള്ളത് കൊടുക്കണം. അതുപോലെ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ എന്നുള്ളതിൽ നിങ്ങൾ ഈ കൊല്ലമാണ് ഫില്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2026-27 എന്നുള്ളത് കൊടുക്കണം. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എന്നുള്ളത് റെസിഡൻറ്റ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഫില്ല് ചെയ്യണം. കോൺടാക്റ്റ് ഇൻഫർമേഷൻ എന്നുള്ളതിൽ നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ സെക്ഷനിൽ ഇൻകം ഡിക്ലറേഷനാണ്. നിങ്ങളുടെ എസ്റ്റിമേറ്റഡ് ഇൻകം, അതായത് നിങ്ങൾക്ക് എല്ലാ സോഴ്സുകളിൽ നിന്നും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടാൻ സാധ്യതയുള്ള ഇൻകം അത് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ കൃത്യമായിട്ട് പൂരിപ്പിക്കണം. അതായത് 4 ലക്ഷത്തിൽ താഴെയാണ് എന്നുണ്ടെങ്കിലാണ് ന്യൂ ടാക്സ് റെജീമിൽ, പുതിയ ടാക്സ് റെജീമിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ബെനിഫിറ്റ്സ് കിട്ടുക. അതുകൊണ്ട് നിങ്ങളുടെ ഇൻകം 4 ലക്ഷത്തിൽ താഴെയാണെന്ന് കരുതുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ഫോംസ് 121 ഈസ് ഫയൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ നിങ്ങൾ എവിടെയൊക്കെ എത്രയൊക്കെ ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വേറെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൗണ്ടാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഇൻകം എന്നുള്ളത് എല്ലാ ഡിക്ലറേഷനിലും കൂടി നിങ്ങൾ
കൊടുത്തിട്ടുള്ള ടോട്ടൽ ഇൻകം എത്രയാണ് എന്നുള്ളത്, ഇതടക്കം എത്ര ഇൻകത്തിൻ്റെയാണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു 50,000 രൂപ എല്ലാ വർഷം കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്കിൽ നിന്ന് ഒരു 75,000 കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ 2 സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് നിക്ഷേപം ഉള്ളത്. നിങ്ങൾ 2 സ്ഥലത്തും ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ 50,000 പ്ലസ് 75,000 അതായത് 1,25,000 എന്നാണ് കൊടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേഷൻ നടത്തി അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. സ്പെസിഫിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ അക്കൗണ്ട് നമ്പർ, ഫോളിയോ നമ്പർ, സർട്ടിഫിക്കറ്റ് നമ്പർ പോലുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യണം. അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടാണോ, ഡിവിഡൻഡ് ആയിട്ടാണോ, ഇൻഷുറൻസ് കമ്മീഷൻ ആയിട്ടാണോ എന്നുള്ളത് നാച്ചർ ഓഫ് ഇൻകം എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ഫില്ല് ചെയ്യണം. സെക്ഷൻ അണ്ടർ വിച്ച് ടാക്സസ് ഡിഡക്റ്റബിൾ എന്നുള്ളത് 194A എന്നുള്ളത് ബാങ്ക് ഇൻട്രസ്റ്റിനും 194 എന്ന് ഡിവിഡൻഡിനും മെൻഷൻ ചെയ്യണം. ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാം. നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ ചെല്ലുക, ഒരു ഫോമിൻ്റെ കോപ്പി മേടിക്കുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെന്നുള്ളത് ഉറപ്പുവരുത്തുക, അതിനുശേഷം സൈൻ ചെയ്യുക, ആ കോപ്പി അവർക്ക് കൊടുക്കുക, അവരുടെ അടുത്ത് നിന്ന് അതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് മേടിക്കുക എന്നുള്ളതാണ് ഓഫ്ലൈനായിട്ട് നമ്മളുടെ ബാങ്ക് ശാഖകളിലോ പോസ്റ്റ് ഓഫീസുകളിലോ KSFEയിലോ ട്രഷറിയിലോ ഒക്കെ പോകുമ്പോൾ ചെയ്യേണ്ടത്. ചില സ്ഥാപനങ്ങളിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള സംവിധാനം തരുന്നുണ്ട്. പുതിയ ജനറേഷൻ ബാങ്കുകളൊക്കെ സർവീസ് റിക്വസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ മിക്കവാറും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഓൺലൈനായിട്ട് കൊടുക്കാറുണ്ട്. അതിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടോ ആയിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ OTP വെച്ച് ആ ഫോം ഫില്ല് ചെയ്തിട്ടുള്ളത് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണ് ഫിസിക്കലായിട്ടും ഓൺലൈനായിട്ടും ഫില്ല് ചെയ്യുമ്പോൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് 2026 ഏപ്രിൽ 1 മുതൽ ഫോം 15Gയും 15Hഉം ഇല്ല. അതിന് പകരമായിട്ട് ഫോം 121, ഫോം 121 ഉള്ളത്. കൃത്യസമയത്ത് അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നൽകിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാങ്ക് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കേണ്ട ഇൻട്രസ്റ്റിൻ്റെ ഒരു പോർഷൻ TDS ആയിട്ട് കട്ട് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിക്ഷേപങ്ങൾ ടാക്സ് ഫ്രീ ആയിട്ട് നിലനിർത്തുന്നതിനായിട്ട് നിങ്ങൾ എന്തുകൊണ്ടും ഫില്ല് ചെയ്യേണ്ട ഫോമാണ് 121. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു വർഷത്തെ ഇൻകം 4 ലക്ഷമോ അതിൽ താഴെയോ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ നിയമപരമായിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് എലിജിബിൾ ആവുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോം 121 പറ്റി പറയാനുള്ളത്. ഇതിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടെ ഈ പുതിയ ഇൻഫർമേഷൻ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക.